കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശരിക്കും ഹിറ്റ്ലറെ സർ, ഫയല് താനതവിടെ വച്ചേക്ക്. അല്ല, താൻ കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ഏട്ടൻ കഴിച്ചിട്ട് കഴിക്കാം. അത് വേണ്ട, താനോട് കഴിക്കേ. ഞാൻ ഏട്ടൻ കഴിച്ചിട്ട് കഴിക്കാം. അയ്യോ ഏട്ടാ, ആരെങ്കിലും കാണും. കഴിക്കുന്നേ കഴിക്ക. എന്നിട്ട് ഒന്നും പറയണ്ട മാഡം, കണ്ടിട്ട് എനിക്ക് തന്നെ നാണമായി. ഇങ്ങനെ പോയാ DK സാറ് റൊമാൻറ്റിക് സിനിമയിലെ നായകനാവും. ശരി ശരി, തൽക്കാലം നീ ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ശരി മാഡം. രക്ഷയില്ല മക്കളെ, പ്രേമം എല്ലാ സീമകളും ലംഘിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുക. അടുത്ത ആളുണ്ടെന്നുള്ള വിചാരം പോലും ഇല്ലെന്നാ ഇപ്പൊ അർജുൻ പറഞ്ഞത്. ഇതിനേക്കാൾ നല്ലത് ആ കൊക്കയിൽ നിന്ന് അവളെ തിരിച്ചു കിട്ടാതിരിക്കുന്നതായിരുന്നു. ബാക്കിയുള്ളവരുടെ മനസമാധാനം പോയി. ഇത്രയ്ക്ക് അസൂയ പാടില്ല. അവരെ സ്നേഹിക്കുന്നതിന് നമ്മൾ എന്തിനാ അസൂയപ്പെടുന്നത്? താരേച്ചി, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ ഭർത്താക്കന്മാരും നമ്മളും കൂടിയാണ് ഇതുപോലൊരു സന്ദർഭത്തിൽ നിന്ന് വിചാരിച്ചാലോ? അപ്പോ ഈ അസൂയയും കുശുമ്പും ഒന്നും നമ്മുടെ 7 അയലക്കത്ത് വരില്ല. ഇതിപ്പോ നമുക്ക് കിട്ടാത്തത് ജ്യോതിക്ക് കിട്ടുന്നു, അത്രയേ ഉള്ളു കാര്യം. അങ്ങനെ ഇവളെ മാത്രം കുറ്റം പറയണ്ട. പ്രേമിക്കുന്നതും പ്രേമിക്കാത്തതും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്തിനൊരു മറ വേണം? DKക്ക് മനസ്സിന് നിയന്ത്രണം കുറവാണെന്ന് വെക്കാം. പക്ഷെ ജ്യോതിയോ, അവളല്ലേ സ്വയം നിയന്ത്രിക്കേണ്ടത്. ആരെങ്കിലും കണ്ടാൽ എന്തു പറയും? മനുഷ്യനായ ഒരിത്തിരി നാണെങ്കിലും വേണ്ടേ? ഓ, എന്തിനാ നാണിക്കുന്നേ? ആ, ഭാര്യയും ഭർത്താവാകുമ്പോ ചിലപ്പോ ആഹാരം മാറിക്കൊടുത്തെന്നിരിക്കും. മറ്റു ചിലപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കെട്ടിപ്പിടിച്ചെന്നും ഇരിക്കും. അതൊക്കെ അവരുടെ സന്തോഷം. അതിൽ നമ്മൾ എന്തിനാ വെറുതെ എത്തി നോക്കുന്നത്? പിന്നെ മായിച്ചി, ഈ അർജുനേട്ടനെ ഉപയോഗിച്ചുള്ള ചാരപ്പണി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. ആര് ചാരപ്പണി നടത്തിയെന്നാ നീ പറയുന്നേ? മായേച്ചി, മായേച്ചി ജ്യോതിയോട് മത്സരിച്ച് ഇനിയും സ്വയം താഴാൻ നിക്കല്ലേ. അവരെ സ്നേഹിക്കട്ടെ, എത്ര വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ. അത് കൊള്ളാം. സ്നേഹിക്കണ്ടെന്ന് ആര് പറഞ്ഞു? ഈ പരസ്യ പ്രദർശനം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇവരെന്തിനാ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പരസ്യ പ്രചരണം നടത്തുന്നതെന്നേ ചോദിച്ചുള്ളൂ. അല്ലാതെ നീ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാനൊന്നും വരണ്ട. ഞാൻ ആരുടെയും വക്കാലത്ത് പിടിക്കാൻ വന്നതല്ല. അവരുടെ ആ സ്നേഹം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, അതാ സത്യം. കഷ്ടം. മായച്ചി, അത് പിന്നെ ഞാൻ
എന്തായിരുന്നു നേരത്തെ മാനേജറായിട്ടുള്ള പ്രശ്നം? ഏയ് ഒന്നുമില്ല. അത് ചില ഓഫീസ് കാര്യങ്ങൾ. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മെയിൽ വന്നോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരാറുള്ള. എന്തേ പോകുന്നില്ലേ? അതോ ഇവിടെ തന്നെ ഇരിക്കാനാണോ ഭാവം? എന്നെ പറഞ്ഞുവിടാൻ അത്രയ്ക്ക് തിടുക്കായോ? ഏയ് അതുകൊണ്ടല്ല. ഓഫീസ് വന്നിട്ട് ലേറ്റ് ആയാലേ നിന്റെ മരുമക്കൾ എന്തെങ്കിലുമൊക്കെ പറയും. നമ്മുടെ മാതാജിയല്ലേ? അതിന് അമ്മ എന്ത് പറയാനാ? അയ്യോ, മാതാജിയല്ല, മാ താ ചി. മായ, താര, ചിത്ര. അവരൊന്നും പറയില്ലെന്നേ. ഇനിയിപ്പോ പറഞ്ഞാ തന്നെ ഞാനതിന് സഹിച്ചു. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ആ എങ്കിൽ ശരി, നീ അവിടെ പോയിരുന്നു. ആഹാ, അത് ശരി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്ന് എന്നെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ വീണ്ടും അങ്ങോട്ട് വിരിക്കാനോ? അപ്പൊ നീ പോകുന്നില്ലല്ലേ? ഇങ്ങോട്ടോ. മേ കമിങ് സർ? വാ സർ, ഇതാ കവർ. പൊയ്ക്കോ. ഏട്ടാ, എന്താ അതില്? ഏട്ടാ, അതിലെന്താന്ന്? ഇതോ കാണോ? ആ, കാണണം. ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോ എന്തിനിങ്ങനെ ഫ്രെയിം ചെയ്യിച്ചേ? ഇത് ആവശ്യമുണ്ട്. മാഞ്ഞു പോണം. അവനെ കുറിച്ചുള്ള ചിന്ത പോലും നിന്നിൽ നിന്ന് മാഞ്ഞു പോണം. അവനെപ്പോലുള്ള ദുഷ്ടന്മാരെ കുറിച്ച് ഓർക്കുന്ന ദിവസം പോലും പോകാം. പച്ച ജീവനോടെ ഒരുത്തനെ വണ്ടി കയറ്റി കൊല്ലിച്ചവനവൻ. നിന്റെ ജീവിതം അവൻ കുട്ടിച്ചോറാക്കി. മോളെ, ഇതിൽ നിന്ന് മോള് രക്ഷപ്പെട്ടേ പറ്റൂ. അതിന് മോളൊരു വിവാഹം കഴിക്കണം. അച്ഛൻ പറഞ്ഞ പയ്യനെ മോളൊന്ന് കാണ്. മോക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് ആലോചിക്കാം. കാര്യങ്ങളൊക്കെ അവർക്കറിയാം. പോലീസുകാരൻ തന്നെ പയ്യൻ. നിനക്ക് അവിനാശിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. അതെ. ഇല്ലച്ചാ, അവിനാശിനെ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ എവിടെ പോയാലും അവൻ എനിക്ക് സമാധാനം തരില്ല. ഇനിയും ഏതെങ്കിലും ഒരു പാവം ചെറുപ്പക്കാരന്റെ ജീവിതം കൂടി ഞാനായിട്ട് ഇല്ലാതാക്കില്ല. അതുകൊണ്ട് ഇനി ഞാനൊരു വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതവന്റെ മരണശേഷം മാത്രമേ ഉണ്ടാവൂ. എന്ന് പറഞ്ഞ എത്ര കാലം നിനക്കിങ്ങനെ ഒറ്റ ജീവിക്കാൻ കഴിയും മോളെ? എന്റെ മരണം വരെ. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ മായേച്ചി. ഒന്ന് അടങ്ങ് താരേച്ചി, അയാള് പറയട്ടെ. പറ. അതെ, അവിടെ സംഭവിച്ച കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ പറയണം. പറയാം. ഞാൻ ഓഫീസിലേക്ക് കയറിയപ്പോഴേ കയറുമ്പോ രണ്ടുപേരും കൂടെ കണ്ണി നോക്കി മേശപ്പുറത്ത് കൈയും വെച്ച് ഒറ്റിരിപ്പല്ലായിരുന്നോ? ഷാജഹാനെയും മുംതാസിനെയും പോലെ. അതാരാ? ഷാജഹാനും മുംതാസ് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ? ഓ, ഈ മരമണ്ടിയുടെ ഒരു കാര്യം. എടി, ഈ ഷാജഹാനും മുംതാസും ഒരു പ്രണയ ചരിത്ര കഥയിലെ നായികന്മാരാ. കാമുകിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഷാജഹാൻ നിർമ്മിച്ചതാ താജ്മഹൽ. ചെറിയ ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നീ പഠിച്ചിട്ടില്ലേ ഈ കഥ? ഓ, കഥയായിരുന്നോ? അല്ല, അന്ന് ഞാൻ സ്കൂളിൽ പോയില്ലായിരുന്നു. എന്റെ അമ്മൂമ്മയ്ക്ക് പനിയായിരുന്നു. അത് ശരിയാ. അല്ലെങ്കിലും പൊതുവിജ്ഞാനത്തിന്റെ നല്ല കുറവ് താരേച്ചിക്കുണ്ട്. അതെ,
ഇനിയിപ്പോ ആരും എന്നെ പൊതുവിജ്ഞാനം ഒന്നും പഠിപ്പിക്കണ്ട. ഉള്ളതൊക്കെ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. നിങ്ങൾ കണ്ടത് എന്താന്ന് വെച്ചാ പറ. മാഡം, ഇണക്കുരുവികളെ പോലെയുള്ള അവരുടെ ഇരിപ്പ് കണ്ടാലേ ആരും സഹിക്കില്ല. എന്നിട്ട് അവർ വണ്ടി എടുക്കാൻ പറഞ്ഞു. അവരും വണ്ടിയെ കയറി ഒറ്റ പോക്കായിരുന്നു. എങ്ങോട്ട്? അത് പറയാ, അത് അവരേതെങ്കിലും ബീച്ചിലേക്കോ മറ്റോ ആണോ പോയത്? അതറിയില്ല മാഡം. വഴിയിൽ ഒരിടത്ത് വന്നപ്പോ എന്നെ ഇറക്കി വിട്ടിട്ട് രണ്ടുപേരും കൂടി ഒറ്റ പോക്കായിരുന്നു. എങ്ങോട്ട്? ആർക്കറിയാം. അവരെങ്ങോട്ടോ പോയി, ഞാൻ ഇങ്ങോട്ട് വന്നു. ഇതാണോ ഇത്ര വലിയ കാര്യം? താൻ പോയിക്കോ. ശരി മാഡം. അല്ല, ഇനിയും ഇതുപോലെ എന്തെങ്കിലും കാണുമ്പോഴേ പറയാൻ മറക്കല്ലേ. പറയാം മാഡം. കാര്യം ജ്യോതി നമ്മളോട് വൈരാഗ്യത്തോടെ പെരുമാറാനൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവര് തമ്മിലുള്ള പ്രേമം കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ കാണിച്ച് അവള് നമ്മളോട് മധുര പ്രതികാരം ചെയ്യാണോ? അത്രയ്ക്ക് ചീപ്പ് പണിയൊന്നും ജ്യോതി കാണിക്കില്ല. സ്നേഹമാണ് അവളുടെ ആയുധവും വഴിയും. വിഷം കൊടുത്ത് അവളെ കൊല്ലാൻ ശ്രമിച്ച സംഭവം ഉണ്ടായിട്ട് പോലും ജ്യോതി നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും മായേച്ചി തെറ്റിദ്ധരിച്ചിട്ടും അവള് മായേച്ചി വിശ്വസിച്ചു. അമ്മയെ വിളിച്ചു വരുത്തി മായേച്ചിയെ തിരികെ ഇവിടെ എത്തിച്ചു. മറ്റാരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ചെയ്യൂ? നീ പറഞ്ഞത് ശരിയാ. ജ്യോതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ എന്റെ മുമ്പില് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. DK എന്നെ തെറ്റിദ്ധരിച്ചതിന്റെ സങ്കടമായിരുന്നു മനസ്സ് നിറയെ. എവിടെയെങ്കിലും പോയി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും തോന്നിയതാ. പക്ഷേ ജ്യോതി അത് മനസ്സിലാക്കി എന്റെ പിന്നാലെ വന്നു എന്നെ സരോവരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ അമ്മയെ വിളിച്ചവിടെ വരുത്തി ഉത്തരവാദിത്തത്തോടെ എന്നെ അമരാവതിയിൽ തിരിച്ചെത്തിച്ചു. ഒരമ്മായിയമ്മയുടെ കടമകള് ജ്യോതി നിറവേറ്റി. എന്നാലും ഇപ്പോഴും എന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. ആരാ ജ്യോതിക്ക് വിഷം കൊടുത്തത്? ഞാനത് ചെയ്തിട്ടില്ല. മായച്ചിക്ക് എന്നെ സംശയമുണ്ടോ? ഇല്ല മായച്ചി, അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്തിട്ടില്ല. സത്യം. പിന്നെ ആരാ? നമ്മൾ ആരും അറിയാതെ ഈ വീട്ടിൽ കടന്നുവന്ന് ജ്യോതിക്ക് വിഷം നൽകിയ അജ്ഞാതനായ ഒരാൾ. ഒരു കാര്യം ഉറപ്പാ, ഈ വീട്ടിൽ ആരോ ഒരാള് ഇതിന് സഹായം നൽകിയിട്ടുണ്ട്. അതാരായാലും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതെ, എനിക്ക് ഒരുപാട് ജോലി തീർക്കാനുണ്ട്. അതിന് ഇയാളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഓഹോ, അത്രയ്ക്ക് ദുർബല ഹൃദയനാണോ ഈ ഹിറ്റ്ലർ? ആണുങ്ങളെല്ലാം പൊതുവെ ദുർബല ഹൃദയമുള്ളവരാണ്. കൊള്ളാം കൊള്ളാം, ഭയങ്കര കണ്ടുപിടുത്താണല്ലോ. എല്ലാരും വെറുപ്പിച്ചിരുന്ന ഹിറ്റ്ലറിന് എന്ത് പറ്റി? എന്തു പറ്റാൻ? ഈ കണ്ണീർ കൊണ്ട ഏത് ഹിറ്റ്ലറും ശ്രീകൃഷ്ണനായി പോവില്ലേ? അയ്യടാ, ഒരു ശ്രീകൃഷ്ണ വന്നിരിക്കുന്നു. അല്ല, എന്റെ നോട്ടത്തിന് അത്രയ്ക്ക് കുഴപ്പമുണ്ടോ? ഇങ്ങനെ നോക്കിയാ മനസ്സാകെ താളം തെറ്റിപ്പോവും. തെറ്റട്ടെ? തെറ്റിയാ വേറെയും കുഴപ്പമുണ്ട്. എന്തു
കുഴപ്പം? ചിലപ്പോ വ്രതം അറിയാതെ തെറ്റിപ്പോവും. അയ്യടാ, എന്തൊരു വേദനയാണ് ഇത്. അയ്യോ, എടീന്നോ? പിന്നല്ലാതെ എന്നെ എടി പൊടിന്ന് വിളിക്കണ്ടെന്നും എനിക്കത് ഇഷ്ടമല്ലെന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേട്ടാ. ആ, പിന്നെ എങ്ങനെ വിളിക്കണം? വേറെ എന്തും വിളിക്കാലോ. ഒന്ന് ആലോചിക്കട്ടെ. ചില ഭർത്താക്കന്മാരൊക്കെ ഈ സ്വകാര്യമായിട്ടിരിക്കുമ്പോ ഭാര്യമാരെ പൊന്നേ, കുട്ടാ എന്നൊക്കെ വിളിക്കില്ലേ? അങ്ങനെ എന്റെ പട്ടി വിളിക്കും. അല്ല, അങ്ങനെ വിളിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നേ. മനസ്സിലായി മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഓ, എന്ത് മനസ്സിലായിരുന്നു? എല്ലാം മനസ്സിലായി. പിന്നെ രഹസ്യമായി വേണമെങ്കിൽ ബേക്കറിക്കാരിന്ന് വിളിക്കാം. പോരെ? ഈയടാ, ഒരു തമാശ വന്നിരിക്കുന്നു. എടോ, സന്തോഷമായിരിക്കുമ്പോ ഭാര്യമാരെ പൊന്നെ മുത്തേന്നൊക്കെ വിളിക്കാത്ത ഭർത്താക്കന്മാർ ആരാ ഉള്ളത്? അങ്ങനെ വിളിക്കോ? വിളിക്കണോ? ആ, അപ്പൊ നേരത്തെ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതോ? അത് ചുമ്മാ ഞാനൊരു ഗമയ്ക്ക് പറഞ്ഞതല്ലേ. ഈ പഞ്ചാര വാക്ക് കേട്ട് മയങ്ങാൻ ആഗ്രഹമില്ലാത്ത ഏത് പെണ്ണ ഈ ലോകത്തുള്ളത്? എന്താ ഒരു പുഴുങ്ങിയ ചിരി? അങ്ങനെ ഇപ്പോ അധികം പഞ്ചസാര എന്റെ മോള് കഴിക്കണ്ട. ചിലപ്പോഴേ ഷുഗർ വരും. ജീവിതം കുറച്ചൊക്കെ മധുരിക്കട്ടേന്നേ. ഹലോ ഹലോ, ഇതാരാ? വിഘ്നേശ്വർ, MP വിഘ്നേശ്വർ. എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് നീ അനിയന് കല്യാണം കഴിച്ചു കൊടുത്തു. അവൻ സ്നേഹിച്ച പെണ്ണിനെ അവന് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയായിരുന്നു. ആ പെൺകുട്ടിയും അത് ആഗ്രഹിച്ചിരുന്നു. ഞാനും അമലയെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. DK, ഞാൻ നിന്നെ കുറിച്ചെല്ലാം പഠിച്ചു. നീ ഇപ്പോ ശാന്തി മുഹൂർത്തത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം. എന്റെ കല്യാണം കാണാൻ കാത്തിരുന്നവരുടെ മുമ്പില് ഞാൻ അപമാനിതനായി, കോമാളിയായി. എന്റെ അമ്മ മരിച്ചു. നീ കാരണം DK. നീ കൊണ്ടുപോയ പെണ്ണിനെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ സർവനാശത്തിന്റെ കൊടുങ്കാറ്റായി ഞാൻ വരും. നിന്റെ കുടുംബവും അമ്മയും ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം ആ കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. വീഴ്ത്തും ഞാൻ. നമ്മൾ തമ്മിൽ നേരിട്ടൊരു കൂടിക്കാഴ്ചക്ക് ഇനി അധികം സമയമില്ല. ഏട്ടാ, ആരാ വിളിച്ചേ? അയാൾ വരാൻ പോകുന്നു. ആര്? പുതിയ ശത്രു. ഇതുവരെ വന്നവരെക്കാൾ കരുത്തൻ. പണം കൊണ്ടും അധികാരം കൊണ്ടും ആരെയും കീഴടക്കാനും കൊല്ലാനും കഴിവുള്ളവൻ. MP വിഘ്നേശ്വർ. അയാളിപ്പോ എന്താ പറഞ്ഞേ? അവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയമായിരുന്നു. ഇനി കാത്തിരിപ്പ. പുതിയ ശത്രുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്.